ന്യൂടെക് വീഡിയോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആമസോൺ വഴി വരുത്തിയ കീബോർഡിൻ്റെയും മൗസിൻ്റെയും അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വലിയൊരു ബോക്സ് ആയിട്ട് തന്നെയാണ് ആമസോൺ അയച്ചിരിക്കുന്നത്. ഒരു കീബോർഡും മൗസുമാണ്, ബ്ലൂടൂത്ത് കണക്ഷനാണ് ഇതിൻ്റെത്. നമുക്കേതായാലും ഇത് ഓപ്പൺ ചെയ്യാം. ഇത് കണ്ടാൽ തന്നെ അറിയാം, വലിയൊരു ബോക്സ് തന്നെയാണ്. ഇതിൻ്റെ ഉൾഭാഗത്ത് ചെറിയൊരു ബോക്സാണ് വന്നിരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം, വീതി ഒരു കീബോർഡിൻ്റെ വീതി വളരെ കുറവായിരിക്കും. പക്ഷേ ഒരു 4-5 കീബോർഡൊക്കെ ഇടാൻ പറ്റുന്ന ബോക്സാണ് വന്നത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരു ബില്ലാണ്. ഈ ബില്ല് നമ്മൾ ഇവിടെ എടുത്തു വെക്കുന്നതിൽ കാര്യമില്ല, കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ മയഞ്ഞു പോകുന്ന ബില്ലാണ്. തെർമോ പ്രിൻ്റായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് ബില്ല് വേണമെങ്കിൽ അത് ആപ്പിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഏത് സമയത്തും. നമുക്ക് ഈ ബോക്സിൻ്റെ സീല് രണ്ട് ഭാഗത്തും സീലുണ്ട്, ചെറിയൊരു ഇൻസുലേഷൻ്റെ. അതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഏതായാലും രണ്ട് ഭാഗവും ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഏത് വഴിക്കാണ് കിട്ടുന്നതെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ കീബോർഡ് ആണ് ഈ സൈഡിൽ നിന്ന് കിട്ടിയത്. പിന്നെ നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. മൗസ് ഈ ഭാഗത്തൂടെയാണ് കിട്ടിയത്. ഇതിൻ്റെ കൂടെ 2 ബാറ്ററി, അതായത് മൗസിന് ഇടാനുള്ളതും കീബോർഡിന് ഇടാനുള്ളതുമായ 2 ബാറ്ററി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. എന്തായാലും ബോക്സൊക്കെ നമുക്ക് എടുത്തു വെക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും റിട്ടേണൊക്കെ പോവുകയാണെങ്കിൽ ഇതൊക്കെ ഈ ബോക്സ് തന്നെ ഇട്ടേക്കേണ്ടതാണ്. ഇതിൽ 2 സൈസിലുള്ള ബാറ്ററിയാണ് വരുന്നത്. ഒന്ന് ക്ലോക്കിലൊക്കെ ഇടാവുന്ന സൈസിലുള്ളതും പിന്നെ റിമോട്ടിലിടാവുന്ന സൈസിലുള്ളതും, അങ്ങനെ 2 സൈസിലാണ് വരുന്നത്. ഈ റിമോട്ടിൽ പിന്നെ ഒരു USB ബ്ലൂടൂത്ത് വരുന്നുണ്ട്. അത് പക്ഷേ കുറച്ച് വലിപ്പം കൂടുതലാണ്. സാധാരണ ബ്ലൂടൂത്ത് USB ഒക്കെ വരുന്നത് കുറഞ്ഞ സൈസിലാണ്, ചെറിയ സൈസിലൊക്കെയാണ്. പക്ഷേ ഇത് വലിയൊരു പഴയ കാലത്ത് തന്നെയുള്ള USB പെൻ ഡ്രൈവിൻ്റെയൊക്കെ അത്ര വലിപ്പം വരുന്നുണ്ട്. പിന്നെ മൗസ്, അത്രയും ഐറ്റംസാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് മൗസ് ഒന്ന് കവർ അയച്ച് നോക്കാം. ഇതിൽ ലോജിടെക്കിൻ്റെ ആണ്, നല്ല സ്മൂത്തായിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതിനാണ്. നല്ല കമ്പനിയാണ്, എല്ലാവർക്കും അഭിപ്രായമുള്ളതിനാണ്. പിന്നെ ഈ ബ്ലൂടൂത്ത്, പിന്നെ ഇത് നമുക്ക് ബാറ്ററി ഇതിനകത്തേക്ക് ഇടാം. ഇതിൽ ക്ലോക്കിലേക്ക് ഉപയോഗിക്കുന്ന വലുപ്പത്തിലുള്ള ആ ബാറ്ററിയാണ് നമ്മൾ മൗസിലേക്ക് ഉപയോഗിക്കേണ്ടത്. അത് ഈ ബാറ്ററിയുടെ ഇടുന്ന സമയത്ത് കുറച്ച് വെയിറ്റ് അതിന് കൂടും, സ്വാഭാവികമാണ്. ഇതൊക്കെ ഓക്കെയാണ്. അതിൻ്റെ ബാറ്ററി ഇടുന്ന സമയത്ത് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. തെറ്റിപ്പോയത്, വേറെ സ്വിച്ചൊന്നും അതിൽ കാണുന്നില്ല. ഓട്ടോമാറ്റിക് കണക്ഷനാണെന്ന് തോന്നുന്നു. പിന്നെ കീബോർഡിൻ്റെ ഈ സൈഡിലാണ് ബാറ്ററി വരുന്നത്, മുകൾ ഭാഗത്ത് തന്നെ, അടിഭാഗത്തൊന്നുമല്ല. അപ്പോൾ ഈ കവർ അയച്ച് റിമോട്ടിന് ഉപയോഗിക്കുന്ന ആ സൈസിൽ വരുന്ന ബാറ്ററി 2 കവറ് പൊളിച്ച് നമുക്ക് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നോക്കിയിട്ട് അതിൽ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കവറും ഇടാം. ഇപ്പം ഇത്രേ പണിയുള്ളൂ. ബാക്കിയെല്ലാം സെറ്റിങ്സ് ഓക്കെ ആണ്.
ഇനി നമുക്ക് USB കണക്ഷൻ, എനിക്ക് USB ബ്ലൂടൂത്ത് നമുക്ക് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാം. ഇതിൽ ജസ്റ്റ് കണക്ട് ചെയ്തപ്പോൾ തന്നെ ഇൻസ്റ്റാളും അതുപോലെ തന്നെ കണക്ഷനൊക്കെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കീ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ഒന്ന് നോക്കാം. ഇതിൽ കവറിട്ട് ആണ് ഞാൻ ജസ്റ്റ് നോക്കിയത്. പക്ഷേ കവറിട്ട് നോക്കുന്ന സമയത്ത് ഇതിൽ കീ വളരെ സ്മൂത്തായിട്ട് അടിക്കാൻ പറ്റുന്നില്ല. ഇത് കവർ അയക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. ഏതായാലും കീകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, കണക്ഷനൊക്കെ ഓക്കെയാണ്. ഇതിൻ്റെ ബ്ലൂടൂത്ത് സൈസ് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് പുറത്തേക്ക് ഉണ്ടാവും. അത് കാര്യമാക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ചിലപ്പോൾ നീളം കൂടിയതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നറിയില്ല. ഏതായാലും നല്ലൊരു പ്രൊഡക്റ്റാണ് ലോജിടെക്കിൻ്റെ ഈ പ്രൊഡക്റ്റ്. ഇത് കവർ അയച്ച് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്തായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.